വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ കുറച്ച് അഫോർഡബിൾ ആയിട്ടുള്ള ലിപ്സ്റ്റിക്കിൻ്റെ കളക്ഷൻസ് ആയിട്ടാണ് ഞാൻ വന്നിരിക്കുന്നത്. ബ്രൗൺ ന്യൂഡ് ലിപ്സ്റ്റിക്കാണ്. ഡാർക്ക് ബ്രൗണും ഉണ്ട്, ലൈറ്റ് ബ്രൗണും ഉണ്ട്. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലോട്ട് കിടക്കാം കേട്ടോ. അപ്പോൾ ഇതൊക്കെയാണ് എൻ്റെ അടുത്തുള്ള ബ്രൗൺ ന്യൂഡ് കളക്ഷൻസ്. അപ്പോൾ നമുക്ക് ഓരോന്നായിട്ട് സ്വാച്ചസ് നോക്കാം കേട്ടോ. ഫസ്റ്റ് തന്നെ എടുത്തിരിക്കുന്ന സ്വിസ് ബ്യൂട്ടിയുടെ ആണ് കേട്ടോ. ഏകദേശം നമ്മുടെ ഹുദ ബ്യൂട്ടിയുടെ ഒക്കെ പോലെയുള്ള പാക്കേജിംഗ് ആണ്. ഇതിൻ്റെ ഷെയ്ഡ് വന്നിട്ട് ഡാർക്ക് ബ്രൗൺ ആണ്. ഇങ്ങനെയാണ് കേട്ടോ ലിപ്പിൽ അപ്ലൈ ചെയ്യുമ്പോൾ വരുന്നത്. നല്ലൊരു ബ്രൗൺ ഷെയ്ഡാണ് കേട്ടോ. നമുക്ക് എന്താ പറയുക, അത്യാവശ്യം നല്ല വൈറ്റ് ആയിട്ടുള്ള ആളുകളാണെന്നുണ്ടെങ്കിൽ ഇത് നല്ലപോലെ ചേരും കേട്ടോ. ഡാർക്ക് സ്കിന്നിന് അത്ര അങ്ങോട്ട് ചേരുമെന്ന് എനിക്ക് തോന്നുന്നില്ല. ഓൾറെഡി ഇത് നല്ലൊരു ഡാർക്ക് ബ്രൗൺ ആണ്. അപ്പോൾ ഒരു വൈറ്റ് ടു മീഡിയം സ്കിൻ ടോൺ ഉള്ളവർക്ക് വരെ നല്ല രീതിയിൽ ഇത് ചേരും കേട്ടോ. അടുത്തത് വന്നിട്ട് സുഡിയോയുടെ ചോക്കോ പെബിൾ എന്ന് പറയുന്ന ഒരു ഷെയ്ഡാണ് കേട്ടോ. ഭയങ്കര അഫോർഡബിൾ ആയിട്ടുള്ളൊരു ലിപ്സ്റ്റിക് ഷെയ്ഡാണ് കേട്ടോ. റേറ്റ് കറക്റ്റ് ഞാൻ ഓർക്കുന്നില്ല, ബിലോ 100 ആണ്. 99 റുപ്പീസ് ആണെന്നാണ് എൻ്റെ ഒരു ഓർമ്മ. ഹാൻഡ് വാഷ് ചെയ്യുമ്പോൾ ഇങ്ങനൊരു ഷെയ്ഡാണ് കേട്ടോ വരുന്നത്. ഒരു പക്ക ബ്രൗൺ അല്ല, ഒരു പീച്ച് കൂടിയ പോലത്തെ ഒരു ബ്രൗൺ ഷെയ്ഡാണ് വരുന്നത് കേട്ടോ. ഇത് കയ്യിൽ കൊണ്ടുനടക്കേണ്ടി വരും, കാരണം ഇത് അപ്പോൾ നമ്മുടെ ലിപ്പിൽ നിന്ന് പോവും, അത്ര അങ്ങോട്ട് ലാസ്റ്റ് ചെയ്യില്ല. ഷെയ്ഡ് വൈസ് നോക്കുകയാണെങ്കിൽ നല്ലൊരു ഷെയ്ഡാണ് കേട്ടോ. അടുത്തൊരു ഷെയ്ഡ് വന്നിട്ട് മാമ എർത്തിന്റെ ഒരു ഷെയ്ഡാണ് കേട്ടോ. ഇത് മാമ എർത്തിന്റെ ഭയങ്കര പോപ്പുലർ ആയിട്ടുള്ളൊരു ഷെയ്ഡാണ്. ഇതാ നല്ലൊരു ബ്രൗൺ ഷെയ്ഡാണ് കേട്ടോ. ഹാൻഡ് വാച്ച് വരുന്നത് ഈ ഒരു ഷെയ്ഡാണ് കേട്ടോ വരുന്നത്. അപ്പം നല്ലൊരു ഡീസൻ്റ് ആയിട്ടുള്ളൊരു ബ്രൗൺ ഷെയ്ഡാണ് ഇത്. നല്ല ഭംഗിയാണ് കാണാനായിട്ട്. എനിക്ക് പേഴ്സണലി ഇഷ്ടമുള്ളൊരു ഷെയ്ഡാണ്. നമുക്ക് ഭയങ്കരമായിട്ട് ലിപ്പിലുണ്ടെന്ന് തോന്നില്ല കേട്ടോ. അങ്ങനത്തെ ഒരു ടൈപ്പ് ബ്രൗൺ ആണ്. ഡീറ്റെയിൽസൊക്കെ ഞാൻ സ്ക്രീനിൽ കൊടുത്തേക്കാം കേട്ടോ. ഇതിൻ്റെ എമൗണ്ടും ഡീറ്റെയിൽസൊക്കെ ഞാൻ സ്ക്രീനിൽ കൊടുത്തേക്കാം. ലിപ്സ്റ്റിക്ക് ഇതിന് പേര് പോലും വായിക്കാൻ പറ്റുന്നില്ല. പക്ഷെ ഞാനിതിങ്ങനെ ഉപയോഗിച്ച് ആയതല്ല കേട്ടോ. എല്ലാം കൂടി കിടന്നപ്പോൾ അതിൻ്റെ കളറൊക്കെ ഒന്ന് ഫെയ്ഡ് ആയതാണ്. നല്ല അടിപൊളി ലിപ്സ്റ്റിക്കാണ്. ഭയങ്കര ലോങ് ലാസ്റ്റിംഗ് ആണ്. ഭയങ്കര അഫോർഡബിൾ പ്രൈസ് കൂടിയാണ് കേട്ടോ. ഇങ്ങനത്തെ ഒരു ബ്രൗൺ ഷെയ്ഡായിട്ടാണ് വരുന്നത്. ലോങ് ലാസ്റ്റിംഗ് ആണ് കേട്ടോ. നമുക്ക് ധൈര്യമായിട്ട് എവിടെ പോകണമെങ്കിൽ ഇത് ഇട്ടിട്ട് പോകാം. പെട്ടെന്നൊന്നും നമ്മുടെ ലിപ്പിൽ നിന്ന് പോവില്ല കേട്ടോ. അടുത്തത് വന്നിട്ടും സ്വിസ് ബ്യൂട്ടിയുടെ തന്നെയാണ് കേട്ടോ. ഇതും നല്ലൊരു ഷെയ്ഡാണ്. ഇതിൻ്റെ വന്നിട്ട് നമുക്ക് കംപ്ലീറ്റ് ബ്രൗൺ എന്ന് പറയാൻ പറ്റില്ല. ഒരു ലൈറ്റ് പിങ്കും കൂടി കയറി വരുന്ന പോലത്തെ ഒരു കളറാണ് കേട്ടോ. ഇതിട്ട് വരുമ്പോൾ ഇങ്ങനെ ഒരു കളറാണ് കേട്ടോ വരുന്നത്. ഇതും ഭയങ്കര ലോങ് ലാസ്റ്റിംഗ് ആയിട്ടുള്ളതാണ്. ഇത് ചെറുതായിട്ട് ഡാമേജ് ആയിട്ട് ഇത് എൻ്റെ മോന് എടുത്ത് കളിച്ചപ്പോൾ വിട്ടുപോകുന്നതാണ്. നല്ലൊരു ഷെയ്ഡാണ് കേട്ടോ. ഇത് ഇങ്ങനെയാണ് കേട്ടോ വരുന്നത്. അതുപോലെ ലോങ് ലാസ്റ്റ് ചെയ്യുന്നൊരു ലിപ്സ്റ്റിക്കാണ്. ലോങ് ലാസ്റ്റ് മാത്രമല്ല, നല്ല അഫോർഡബിൾ പ്രൈസിലും കൂടി നമുക്ക് കിട്ടുന്നതാണ് കേട്ടോ. എൻ്റെ അടുത്ത് ഉള്ള ഒരു കളക്ഷൻസ് കൂടുതലും നമുക്ക് അഫോർഡബിൾ പ്രൈസിൽ വാങ്ങിക്കാൻ കിട്ടുന്നതോ അല്ലെങ്കിൽ ഓഫറിൽ ഭയങ്കരമായിട്ട് എമൗണ്ട് കുറയുമ്പോഴോ വാങ്ങിക്കുന്നതാണ് കേട്ടോ. അടുത്തത് വന്നിട്ട് സ്വിസ് ബ്യൂട്ടിയുടെ തന്നെയാണ് കേട്ടോ. ഇതൊരു ഡാർക്ക് കളറാണ് കേട്ടോ. ഡാർക്ക് ബ്രൗൺ ഷെയ്ഡാണ്. ഒരു മെറൂൺ കൂടിയ പോലത്തെ ഒരു ഷെയ്ഡാണ് കേട്ടോ. എൻ്റെ കളക്ഷൻസിൽ ഏറ്റവും ഡാർക്ക് ആയിട്ടുള്ളൊരു ഷെയ്ഡ് കൂടിയാണ് കേട്ടോ ഇത്. അപ്പോൾ ഇങ്ങനെയാണ് കേട്ടോ വരുന്നത്. ഞാൻ അങ്ങനെ പൊതുവേ ഈ ഒരു കളറ് ചൂസ് ചെയ്യാറില്ല. പിന്നെ എന്തെങ്കിലും കൂടി നമ്മൾ ചില ലിപ്സ്റ്റിക്ക് ഇടുമ്പോൾ ഭയങ്കരമായിട്ട് ന്യൂഡായിട്ട് നമുക്ക് ഫീൽ ചെയ്യില്ല. നമുക്ക് ഫേസിൽ ഒട്ടും മാച്ച് ആവാത്ത പോലെ ഫീൽ ചെയ്യുമ്പോൾ ചെറുതായിട്ട് അതിൻ്റെ കൂടെ ഒന്ന് മിക്സ് ചെയ്യാൻ മാത്രമുണ്ടാണ് ഞാൻ ഒരു ലിപ് ഷെയ്ഡ് യൂസ് ചെയ്യുന്നത്. പൊതുവേ ഞാൻ ഡാർക്ക് ഷെയ്ഡ്സ് യൂസ് ചെയ്യാറില്ല. പിന്നെ അടുത്തത് വന്നിട്ട് Z&Mൻ്റെ ഒരു ലിപ്സ്റ്റിക്കാണ് കേട്ടോ. എൻ്റെ ഒരു റീസെൻ്റ് ആയിട്ടുള്ള പർച്ചേസാണ്. നല്ലൊരു ഷെയ്ഡാണ് കേട്ടോ. ഷെയ്ഡ് നെയിം വന്നിട്ട് വാം എക്സ്പ്രസോ എന്ന് പറയുന്നുണ്ട്. നല്ലൊരു ബ്രൗൺ ഷെയ്ഡാണ് കേട്ടോ. ഇത്തിരി ടൈറ്റാണ് കേട്ടോ തുറക്കാനായിട്ട്. ഇതാണ് കേട്ടോ കളർ വന്നിട്ട്. ഇതാണ് കളർ കേട്ടോ. സത്യം പറഞ്ഞത് വന്നിട്ട് ഞാൻ ഇപ്പോഴാണ് കേട്ടോ ഓപ്പൺ ചെയ്യുന്നത് തന്നെ. ഇതിൻ്റെ റിവ്യൂ ചെയ്യാമെന്നോർത്ത് മാറ്റി വെച്ചിരുന്നതാണ്. ഇപ്പോൾ ബ്രൗൺ കളക്ഷൻസ് എടുത്തപ്പോൾ ഇതിങ്ങനെ ഞാൻ എടുത്തതേ ഉള്ളൂ. അപ്പോൾ നല്ലൊരു കളറാണ്. എനിക്ക് ഇഷ്ടപ്പെട്ടു. നല്ലൊരു ഷെയ്ഡാണ്. നല്ല ഭംഗിയുണ്ട് കാണാനായിട്ട്. പിന്നെ ഇത് Z&Mൻ്റെ പ്രത്യേകത എന്ന് വെച്ചാൽ ഭയങ്കരമായിട്ട് ലോങ് ലാസ്റ്റ് ചെയ്യുന്ന ആ ഒരു ലിപ്സ്റ്റിക് കൂടിയാണ് കേട്ടോ. എൻ്റെ അടുത്തുള്ള മിക്കതും
നല്ലപോലെ ലോങ് ലാസ്റ്റ് ചെയ്യുന്ന ബുള്ളറ്റ് ലിപ്സ്റ്റിക് തന്നെയാണ് കേട്ടോ. ഞാനിങ്ങനെ റീഅപ്ലൈ ചെയ്യാറില്ല. ഇപ്പം നമ്മൾ എവിടെയെങ്കിലും പോകുകയാണെങ്കിൽ തന്നെ ലിപ്സ്റ്റിക് കൊണ്ട് നടക്കാൻ ഇത്തിരി ബുദ്ധിമുട്ടാണ് എനിക്ക്. കയ്യിലുണ്ടാവും, പക്ഷെ ഞാൻ അപ്ലൈ ചെയ്യില്ല. അപ്പോൾ മാക്സിമം അങ്ങനെ പോവാത്തതും ലോങ് ലാസ്റ്റ് ചെയ്യുന്ന ലിപ്സ്റ്റിക് തന്നെയാണ് എൻ്റെ അടുത്തുള്ളത്. ലിക്വിഡ് ലിപ്സ്റ്റിക്കിലേക്കാണ് കിടക്കുന്നത്. അപ്പോൾ എൻ്റെ അടുത്ത് ഏറ്റവും കൂടുതലുള്ളത് ലിക്വിഡ് ലിപ്സ്റ്റിക് ആണ്. പേഴ്സണലി എനിക്ക് ബുള്ളറ്റ് ലിപ്സ്റ്റിക്കിനേക്കാളും ഇഷ്ടം കൂടുതൽ ലിക്വിഡ് ലിപ്സ്റ്റിക് തന്നെയാണ്. നമുക്കറിയാലോ, കമ്പാരിറ്റീവ്ലി ബുള്ളറ്റ് ലിപ്സ്റ്റിക്കിനേക്കാളും കുറച്ചുകൂടി ലോങ് ലാസ്റ്റ് ചെയ്യുന്നത് ലിക്വിഡ് ലിപ്സ്റ്റിക് തന്നെയാണ്. എനിക്ക് പേഴ്സണലി കുറച്ചുകൂടി മാറ്റ് ഫിനിഷിലിരിക്കുന്ന ലിപ്സ്റ്റിക് തന്നെയാണ് ഇഷ്ടം. അതുകൊണ്ട് എൻ്റെ അടുത്ത് കൂടുതലുള്ള കളക്ഷൻസും ആ ഒരു കാറ്റഗറി തന്നെയാണ്. അപ്പോൾ നമുക്കത് നോക്കാം. ഇത് ഏറ്റവും ചീപ്പ് റേറ്റിൽ ഞാൻ വാങ്ങിച്ചൊരു ലിപ് ഷെയ്ഡാണ് കേട്ടോ. ഇത് ബ്ലൂഷിസ് അങ്ങനെ എന്തോ ഒരു പേരാണ്. ഫ്ലിപ്കാർട്ടിൽ എപ്പോഴും ഓഫറിൽ കിടക്കുന്നുണ്ടാവും. എനിക്ക് തോന്നുന്നു 130 സംതിങ് ഉള്ള, ഇടയ്ക്ക് 80 റുപ്പീസിലൊക്കെ കിടക്കുന്ന കാണാം. അപ്പോൾ ഈ ഒരു കളർ നല്ലൊരു കളറാണ്, എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. നല്ലൊരു ലിപ് ഷെയ്ഡ് കൂടിയാണ്. അപ്പോൾ ഇതിൻ്റെ സ്വാച്ചസ് നോക്കാം കേട്ടോ. അപ്പോൾ ഇതാണ് കേട്ടോ കളർ വന്നിട്ട്. ഇങ്ങനെ ചെറുതായിട്ട് ഒട്ടുന്നുണ്ട് കേട്ടോ, പക്ഷേ നല്ലൊരു ലിപ് ഷെയ്ഡാണ്. പേര് കേട്ടിട്ടുണ്ടെങ്കിലും എത്രത്തോളം ബ്രാൻഡഡ് ആണെന്ന് എനിക്കറിയില്ല. പക്ഷേ ബ്രൗണും പീച്ചും കൂടി ചേർന്ന പോലത്തെ നല്ലൊരു കളറാണ്. നല്ല ലിപ്പിലിട്ടാലും നല്ലൊരു ഭംഗിയാണ്. ഭയങ്കരമായിട്ട് എടുത്ത് കാണിക്കുകയൊന്നുമില്ല. നമ്മൾ ലിപ്സ്റ്റിക്ക് ഇട്ടു അങ്ങനെ ഓവറായിട്ടുള്ളൊരു ലിപ് ഷെയ്ഡൊന്നും അല്ല. 200 താഴേക്ക് ഇത് വരുന്നുള്ളൂ. നല്ലപോലെ ലോങ് ലാസ്റ്റും ചെയ്യുന്നുണ്ട് കേട്ടോ. ഇൻസൈറ്റ് കോസ്മെറ്റിക്കിൻ്റെ ആണ് കേട്ടോ. ഇതും അഫോർഡബിൾ പ്രൈസിൽ തന്നെ കിട്ടുന്നതാണ്. 100 എന്തോ ആണ് എൻ്റെ ഒരു ഓർമ്മ ശരിയാണെന്നുണ്ടെങ്കിൽ. വീഡിയോയുടെ ലെങ്ത് കൂടുന്നതുകൊണ്ടാണ് കേട്ടോ ഞാൻ അധികം അങ്ങോട്ട് നീട്ടിക്കൊണ്ടുകൊണ്ട് പെട്ടെന്ന് തന്നെ പറഞ്ഞു തീർക്കുന്നത്. ഡീറ്റെയിൽസ് എല്ലാം ഞാനിവിടെ കൊടുക്കാം കേട്ടോ. ായിട്ടുള്ളൊരു ഷെയ്ഡ് തന്നെയാണ്. ഈ ഒരു എമൗണ്ടിനൊക്കെ നല്ലൊരു ലിപ്സ്റ്റിക്കാണ്. ഇൻസൈറ്റിൻ്റെയും സ്വിസ് ബ്യൂട്ടിയുടെയൊക്കെ നമുക്ക് അഫോർഡബിൾ പ്രൈസിൽ വാങ്ങിക്കാൻ പറ്റുന്ന ലിപ്സ്റ്റിക്ക് തന്നെയാണ് ഇതൊക്കെ. അടുത്തത് വന്നിട്ടും ഇൻസൈറ്റിൻ്റെ തന്നെ വേറൊരു ഷെയ്ഡാണ് കേട്ടോ. ഇത് ഭയങ്കര പോപ്പുലർ ആയിട്ടുള്ള ഒരു ഷെയ്ഡാണ്, ഒരു കളറാണ് കേട്ടോ ഇത്. ബ്രൗണിൽ തന്നെ ഇത്രയും കൂടി ഡാർക്കായിട്ടുള്ളൊരു കളറാണ് കേട്ടോ. നല്ലൊരു ഷെയ്ഡാണ്. ഇതും ഈ പറഞ്ഞ പോലെ മാറ്റ് ഫിനിഷിലേക്ക് മാറും കേട്ടോ. ഇപ്പം തന്നെ ഒട്ടും സമയം വേണ്ട, പെട്ടെന്ന് തന്നെ മാറ്റ് ഫിനിഷിലേക്ക് ഇത് മാറും. ലോങ് ലാസ്റ്റും ചെയ്യാറുണ്ട് കേട്ടോ. അടുത്തത് വന്നിട്ട് സുഡിയോയുടെ ഒരു ലിപ് ഷെയ്ഡാണ് കേട്ടോ. സുഡിയോ കോഫി ബ്രേക്ക് എന്ന് പറയുന്ന ഒരു കളറാണ് കേട്ടോ. 149 എന്തോ ഉള്ളൂ കേട്ടോ. എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന ഒരു ബ്രൗൺ ഷെയ്ഡ് അല്ല കേട്ടോ. ഇതാണ് സ്വാച്ചസ് വന്നിട്ട്. എനിക്ക് പിന്നെ ഇങ്ങനത്തേക്കൊരു കളേഴ്സിനോടൊക്കെ ഭയങ്കര ഇഷ്ടമാണ്. ഈ ഒരു ബ്രൗൺ വരുന്ന കളേഴ്സിനോടൊക്കെ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. കളേഴ്സൊക്കെ ഉണ്ടല്ലോ, നമുക്ക് പേഴ്സണലി ഭയങ്കര ഇഷ്ടമായിരിക്കും. പക്ഷെ നമുക്ക് അത്ര അങ്ങോട്ട് ചേരാത്ത പോലെ തോന്നും കേട്ടോ. അപ്പോൾ അങ്ങനെയുള്ള ലിപ്സ്റ്റിക്കൊക്കെ ഇടുന്ന സമയത്താണ് ഞാൻ ആ ഒരു റെഡ് ലിപ്സ്റ്റിക്കൊക്കെ മിക്സ് ചെയ്യുന്നത് കേട്ടോ. അപ്പോൾ ഇതിൻ്റെ കളറൊന്ന് ചേഞ്ച് ആവും കേട്ടോ. അപ്പോൾ ഞാനതൊന്ന് കാണിച്ചു തരാം കേട്ടോ, എങ്ങനെയാണ് ഞാൻ ഈ ഒരു റെഡ് ഇതിൻ്റെ കൂടെ മിക്സ് ചെയ്യുന്നതെന്ന്. ഇങ്ങനെ മിക്സ് ചെയ്ത് തന്നപ്പോഴേക്കും നല്ല ഭംഗിയുള്ള വേറൊരു കളറാണ് എനിക്ക് കിട്ടിയിരിക്കുന്നത്. അപ്പോൾ ഇങ്ങനെയുള്ള ലിപ്സ്റ്റിക്ക് എനിക്ക് ചേരില്ല എന്ന് തോന്നുമ്പോൾ, ചിലതൊക്കെ നമുക്ക് മേക്കപ്പ് ഒക്കെ ചെയ്ത് കഴിയുമ്പോൾ റെഡിയാവും. അങ്ങനെ ചേരില്ല എന്ന് തോന്നുമ്പോൾ ഞാൻ വേഗം ഈ ഒരു ഡാർക്ക് ഷെയ്ഡ് ഏതെങ്കിലും ഇതിൻ്റെ കൂടെ ഒന്ന് മിക്സ് ചെയ്യും കേട്ടോ. അപ്പോൾ നല്ലൊരു ഭംഗിയുള്ള ഒരു കളർ കിട്ടും കേട്ടോ. അപ്പം ഇങ്ങനെയാണ് ഞാൻ ലിപ്സ്റ്റിക്ക് മിക്സ് ചെയ്യുന്നത് കേട്ടോ. അപ്പോൾ മൈസല വാട്ടർ ആയിരുന്നു കേട്ടോ, അത്ര അങ്ങോട്ട് പോരാ കേട്ടോ. ഞാൻ ഉപയോഗിച്ചിരുന്നത് തന്നെയായിരുന്നു നല്ലത്. ഇതും കൊണ്ട് നല്ലൊരു കഷ്ടപ്പാടാണ് ഇതൊന്ന് തൂത്ത് കളയാനായിട്ട്. നല്ലപോലെ ടൈം എടുക്കുന്നുണ്ട്. ഒരു ലിപ് ഷെയ്ഡ്സ് എല്ലാം തന്നെ നല്ലപോലെ ലോങ് ലാസ്റ്റ് ചെയ്യുന്നതുകൊണ്ട് ഇത് പെട്ടെന്ന് തന്നെ നമ്മുടെ ലിപ്പിൽ നിന്നൊന്നും പോകണില്ല കേട്ടോ. ഒരുപാട് സമയം എടുത്തിട്ടാണ് കേട്ടോ നമ്മുടെ ലിപ്പിൽ നിന്നൊന്ന് കളയുന്നത്. അടുത്തത് വന്നിട്ട് മൈഗ്ലാമിൻ്റെ 3 ലിപ്സ്റ്റിക് ഷെയ്ഡ്സ് ആണ് കേട്ടോ. ഇതിൻ്റെ 3ൻ്റെയും വീഡിയോ ഞാൻ ചെയ്തിട്ടുണ്ട്. ഇത് ഞാൻ ലാസ്റ്റ് ഇടുള്ളൂ കേട്ടോ, കാരണം ഇത് ഭയങ്കര ലോങ് ലാസ്റ്റിംഗ് ആണ്, പെട്ടെന്നൊന്നും ലിപ്പിൽ നിന്ന് പോവില്ല. അപ്പോൾ ഇത് ഇട്ട് കഴിഞ്ഞാൽ എനിക്ക് പെട്ടെന്ന് മറ്റുള്ളത് അപ്ലൈ ചെയ്യാൻ പറ്റില്ല. അതുകൊണ്ട് ഇത് ആദ്യം കാണിക്കാം കേട്ടോ. താങ്ക് യു നെക്സ്റ്റ് എന്ന് പറയുന്ന ഒരു ഷെയ്ഡാണ് കേട്ടോ. ഇതാണ് കേട്ടോ ഇതിൻ്റെ സ്വാച്ചസ് വന്നിട്ട്. ഇതാണ് കേട്ടോ ഇതിൻ്റെ ഒരു ഷെയ്ഡ് വന്നിട്ട്. എനിക്കിങ്ങനെ പേഴ്സണലി ഇങ്ങനെയുള്ള കുറച്ച് കളേഴ്സ് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. റെഡ് ലിപ്സ്റ്റിക്കിനേക്കാളും കൂടുതൽ ഇങ്ങനെയുള്ള ഷെയ്ഡ്സിനോടാണ് എനിക്ക് കൂടുതൽ ഇഷ്ടം. പക്ഷേ ചിലതൊന്നും ഇട്ടാൽ എനിക്ക് ചേരില്ല. അപ്പോൾ ഞാൻ ഇതേപോലെ റെഡൊക്കെ മിക്സ് ചെയ്തിട്ട് ഞാൻ യൂസ് ചെയ്യാറുണ്ട് കേട്ടോ. അത്ര ബോറൊന്നും അല്ലല്ലോ അല്ലേ? സത്യം പറഞ്ഞാൽ പനി പിടിച്ച് വയ്യാണ്ടിരിക്കുന്ന ഒരവസ്ഥയാണ് കേട്ടോ. അതാണ് എൻ്റെ ഫേസൊക്കെ ആകെ ഡള്ളായിട്ടിരിക്കുന്നത്. മൈഗ്ലാമിൻ്റെ തന്നെയാണ് കേട്ടോ. അപ്പോൾ ഇതും കൂടി ഒന്ന് നോക്കാം. നല്ലൊരു ബ്രൗൺ കളറാണ് കണ്ടോ, നല്ലൊരു കളറല്ലേ. അപ്പോൾ ഈ ഒരു മൈഗ്ലാമിൻ്റെ ലിപ്സ്റ്റിക്കൊക്കെ ഞാൻ ഓഫറിൽ വാങ്ങിച്ചാണ് കേട്ടോ. ഷിപ്പിംഗ് ചാർജ് മാത്രം കൊടുത്തിട്ട് വാങ്ങിച്ചിരിക്കുന്നതാണ് മൈഗ്ലാമിൻ്റെ ലിപ്സ്റ്റിക്കൊക്കെ. അപ്പോൾ ഇത് നല്ലൊരു കളറാണ്, നല്ലൊരു ബ്രൗൺ ഷെയ്ഡാണ്.
ഡ്രൈ ആവാനായിട്ട് ഒരു ഇത്തിരി ടൈം എടുക്കുന്നുണ്ട് കേട്ടോ. അത് മാത്രമേ ഇത്തിരി ഒരു ഇതായിട്ട് എനിക്ക് തോന്നിയുള്ളൂ. അടുത്തത് വന്നിട്ട് ഇതാ ഈ ഒരു LITൻ്റെ ലിപ് ഷെയ്ഡാണ് കേട്ടോ. അപ്പോൾ ഇത് മിക്കവരും വീഡിയോസിൽ കാണിക്കുന്നത് കണ്ടിട്ടുണ്ട് കേട്ടോ. ഇത് 120 റുപ്പീസ് എന്തേ ഉള്ളൂ. പക്ഷെ നല്ലൊരു ലിപ് ഷെയ്ഡാണ്, നല്ലപോലെ ലോങ് ലാസ്റ്റ് ചെയ്യുന്ന ഒരു ലിപ് ഷെയ്ഡ് കൂടിയാണ് കേട്ടോ. വന്നിട്ട് കുറച്ച് ഡാർക്ക് ആയിട്ടുള്ളൊരു കളറാണ്. അപ്പോൾ അതാ ഇതിൻ്റെ ഒരു കളർ ഉണ്ടോ, നല്ലൊരു ഡാർക്ക് ആയിട്ടുള്ള ബ്രൗൺ ഷെയ്ഡാണ് കേട്ടോ. നല്ലപോലെ ലോങ് ലാസ്റ്റ് ചെയ്യും. 120 റുപ്പീസൊക്കെ വരുന്നുള്ളൂ. അപ്പോൾ എൻ്റെ അടുത്തുള്ള എല്ലാ ലിപ്സ്റ്റിക്കും ഞാൻ ഒരുപാട് റിവ്യൂസ് കണ്ടതിന് ശേഷമാണ് കേട്ടോ വാങ്ങിച്ചിരിക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ എനിക്കങ്ങനെ ഇഷ്ടമില്ലാത്ത ലിപ്സ്റ്റിക് എന്ന് പറയാനായിട്ടില്ല. എല്ലാ ലിപ്സ്റ്റിക്കും എൻ്റെ ഫേവറേറ്റ് ആണ്. അപ്പോൾ അടുത്തത് വന്നിട്ട് ZMൻ്റെ ഒരു ലിപ് ഷെയ്ഡാണ് കേട്ടോ. ഇവിടെ ഇപ്പോൾ ഫില്ലായി. അപ്പോൾ ഞാൻ ഇവിടെ കാണിക്കാം കേട്ടോ. ഇതാണ് കളർ വന്നിട്ട് കേട്ടോ. ഇതിൻ്റെ ലിപ് ഷെയ്ഡ് വന്നിട്ട് അതാണ് ഞാൻ പറഞ്ഞ, പൊതുവെ എല്ലാവർക്കും അങ്ങനെ ഇഷ്ടപ്പെടാത്ത റെയർ ആയിട്ടുള്ള കുറച്ച് കളേഴ്സാണ് ഞാൻ നോക്കിയെടുക്കുന്നത് കേട്ടോ. പിങ്കൊക്കെ മിക്സ് ചെയ്യട്ടോ. അപ്പോൾ ഒരു വേറെ ഷെയ്ഡായിട്ട് നമുക്ക് കിട്ടും. അപ്പോൾ ഇതിന് കൂടുതൽ ZMൻ്റെ തന്നെ വേറൊരു പിങ്ക് ഷെയ്ഡ് ഉണ്ട്. അതും ഇതും കൂടി മിക്സ് ചെയ്യുമ്പോൾ നല്ലൊരു ന്യൂഡ് കളറാണ് നമുക്ക് കിട്ടുന്നത്. അടുത്തത് വന്നിട്ട് നമ്മുടെ പോപ്പുലർ ആയിട്ടുള്ള ഡാസിലറിൻ്റെ 025 ആണ് കേട്ടോ. നല്ലൊരു ഡാർക്ക് ബ്രൗൺ ഒന്നും അല്ല കേട്ടോ. എനിക്കിടുമ്പോൾ ഒരു റെഡ് മിക്സഡ് ആയിട്ടുള്ളൊരു കളറായിട്ടാണ് കേട്ടോ വരുന്നത്. മിക്സഡ് ആയിട്ടുള്ള ഒരു കളറായിട്ടാണ് കേട്ടോ എനിക്ക് വരുന്നത്. അപ്പോൾ ഞാൻ ഒരുപാട് വീഡിയോസിൽ കണ്ടു ഇത് പലർക്കും ഡാർക്കായിട്ടാണ് വരുന്നതെന്ന്. പക്ഷെ എനിക്ക് ഇടുമ്പോൾ അത്ര അങ്ങോട്ട് ഡാർക്ക് അല്ല കേട്ടോ, നല്ലൊരു ഷെയ്ഡായിട്ട് തന്നെ. അതിലാണ്ട് വീഡിയോ ഞാൻ ചെയ്തിട്ടുണ്ട് കേട്ടോ. ഇതെനിക്ക് ഗിഫ്റ്റ് വന്ന കൂട്ടത്തിലുണ്ടായിരുന്ന ലിപ്സ്റ്റിക്കാണ്. പിന്നെ അടുത്തത് ഇത് ഞാൻ ഒരുപാട് നാൾ കാർട്ടിലിട്ട് വാങ്ങിച്ചാണ്. ഞാൻ വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു. നൈക്കിന്ന് പർച്ചേസ് ചെയ്താണ്. ട്രബിൾ മേക്കർ എന്നാണ് കേട്ടോ ഈ ഒരു ലിപ് ഷെയ്ഡ്. നല്ല പോപ്പുലർ ആയിട്ടുള്ളൊരു ലിപ് ഷെയ്ഡാണ്. നല്ല ഭംഗിയാണ് ഇതിട്ടാ കാണാനായിട്ട് കേട്ടോ. കാരണം നല്ലൊരു പ്രിറ്റി ആയിട്ടുള്ളൊരു കളറാണ് കേട്ടോ. ഭയങ്കരമായിട്ട് ആഗ്രഹിച്ച് വാങ്ങിച്ചൊരു ലിപ് ഷെയ്ഡാണ്. നല്ല ഭംഗിയാണ് ഇതിട്ടാ കാണാനായിട്ട്. നല്ലൊരു ഷെയ്ഡാണ് കേട്ടോ. ലാസ്റ്റത്തെ ലിപ് ഷെയ്ഡാണ് കേട്ടോ. അപ്പോൾ ഇത് ഇട്ട് നോക്കാം. നല്ലൊരു ബ്രൈറ്റ് ആയിട്ടുള്ളൊരു കളറാണ് കേട്ടോ. നമ്മുടെ ഫേസ് പെട്ടെന്നൊന്ന് ബ്രൈറ്റൻ ആവും കേട്ടോ. നല്ലൊരു ഷെയ്ഡ് തന്നെയാണ്. ഭയങ്കരമായിട്ട് ലോങ് ലാസ്റ്റ് ചെയ്യും കേട്ടോ. ഇതും ഓഫറിൽ തന്നെ വാങ്ങിച്ചാണ്. 199 ഷിപ്പിംഗ് ചാർജ്. 199 അല്ല കേട്ടോ, 99 ഷിപ്പിംഗ് ചാർജിൽ വാങ്ങിച്ചാണ്. അപ്പോൾ ഇത്ര ഉള്ളോട്ടെ ഇന്നത്തെ എൻ്റെ വീഡിയോ. നിങ്ങൾക്ക് എൻ്റെ വീഡിയോ ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. വീഡിയോ ഇഷ്ടമാണെങ്കിൽ പ്ലീസ് ഒന്ന് ലൈക്ക് ആൻഡ് സബ്സ്ക്രൈബ് ചെയ്യാം കേട്ടോ. താങ്ക് യു ഫോർ വാച്ചിങ്.